പ്രിയ സുഹൃത്തുക്കളെ, ഈ വീഡിയോയിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുകയാണ്. ഇന്ന് അമേരിക്കയെ സംബന്ധിച്ച് ഒരു പ്രത്യേക ദിവസമാണ്. പ്രകൃതിയുടെ വികൃതി കാണാൻ ആകാംക്ഷയോടുകൂടി ആബാലവൃദ്ധ ജനങ്ങൾ കുടുംബസമേതമായി നിൽക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്. സൂര്യാഗ്രഹണം അല്ലെങ്കിൽ സോളാർ എക്ലിപ്സ് 2024 മെക്സിക്കോയിൽ കൂടി വന്ന് ടെക്സാസിൻ്റെ പല പ്രദേശങ്ങൾ കൂടി കടന്ന് നോർത്ത് അമേരിക്കയുടെ വടക്കൻ പാത്തിൽ കൂടി കാനഡയിലേക്ക് കൂടി പോകുന്ന ഈ കാഴ്ച കാണുവാൻ അമേരിക്കയിലെ ജനങ്ങൾ വളരെ സന്തോഷത്തോടുകൂടി എക്സൈറ്റോടുകൂടി ഇത് ഒരു ഇവൻ്റാക്കി മാറ്റിയിരിക്കുകയാണ്, ഒരു ഫങ്ഷനാക്കി മാറ്റിയിരിക്കുകയാണ്. ഇന്നലെ മിലിറ്ററി മൂവ്മെൻ്റൊക്കെ കാണുവാൻ സാധിച്ചു. ഈ പാർക്ക് എൻ്റെ നെയ്ബർഹുഡിലെ പാർക്കാണ്. ടെക്സാസിലെ ഫോർട്ട് വർത്ത് ഏരിയയിലുള്ള നല്ല മനോഹരമായ ഒരു ചെറിയ ലേക്കും അതിനെ തുടർന്നുള്ള നല്ല പാർക്കുമാണ്. ഇവിടെ രാവിലെയും വൈകിട്ടും അധികം ആൾക്കാർ ഇവിടെ വന്ന് ഉല്ലാസം, വ്യായാമം, യോഗ ഇതൊക്കെ നടത്താറുണ്ട്. ഇനി നമ്മൾക്ക് ഈ പാർക്കിൻ്റെ അങ്ങേ വശത്തേക്ക് അല്ലെങ്കിൽ ലേക്കിൻ്റെ മറുകരയിലേക്ക് നമുക്ക് പോയി നോക്കാം അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്. ഇവിടെ കൂടിയിരിക്കുന്ന ആൾക്കാരുടെ സേഫ്റ്റിയും സെക്യൂരിറ്റിയും മേക്ക് ഷുവർ ആക്കാൻ വേണ്ടി ഇതാ പോലീസ് വാഹനം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അവർ തയ്യാറാണ് എന്ത് ആവശ്യത്തിലും സഹായിക്കാൻ. കാർമേഘത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു. ഇന്ന് മഴക്കാറുകളാണ്, മഴയൊന്നും പെയ്യത്തില്ല, പക്ഷെങ്കിൽ ക്ലൗഡിയായി കിടക്കുന്നു. കുടുംബസമേതം ആൾക്കാർ ഈ പാർക്കിൽ വന്ന് ആഹാരം കഴിക്കുന്നു, കുഞ്ഞുങ്ങൾ കളിക്കുന്നു, പ്രായമുള്ളവർ പരസ്പരം സുഹൃത്ത് ബന്ധം സ്ഥാപിക്കുന്നു. മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് ഒരുപാട് പണം ചിലവാക്കി അനേക ദിവസങ്ങളായി ഇവിടെ വന്ന് ഹോട്ടലിലൊക്കെ താമസിച്ച് ഇവിടെ ഈ കാഴ്ച ജീവിതത്തിലെ ഒരു കാഴ്ച കാണുവാൻ വേണ്ടി വന്നിരിക്കുകയാണ്. പ്രായമുള്ളവർക്ക് തൻ്റെ കുഞ്ഞുങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് കാണിക്കുന്നു എന്നുള്ളൊരു സംതൃപ്തി. അപ്പോൾ മക്കൾക്ക് പ്രായമുള്ള മാതാപിതാക്കളെ അവരുടെ ലൈഫ് ടൈമിൽ ഈ കാഴ്ച, ഈ സോളാർ എക്ലിപ്സ് കാണിക്കുവാൻ അവർക്ക് ഒരു അവസരം കിട്ടുന്നു എന്നുള്ളതും അഭിമാനത്തോടുകൂടി അവർ സ്മരിക്കുന്നു. ആകപ്പാട് ഒരു ഉത്സവത്തിൻ്റെ പ്രതീതി, അനർഘ നിമിഷങ്ങളുടെ പൂർത്തീകരണം എന്നൊക്കെ പറയുന്ന പോലെ ഇങ്ങനെ ക്ഷമയോടുകൂടി ആൾക്കാർ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഇന്ന് സ്കൂളുകൾക്കൊക്കെ അവധിയായിരുന്നു. ആകപ്പാടെ ഒരു ഔട്ട്സൈഡ് പിക്നിക് മൂഡാണ് എല്ലാവരും. കൂടിയനം ക്യാമറകളുമായിട്ട്. Really exciting. Yeah. I traveled here from Oregon. And I saw the one in 2017. So I drove my wife down there about an hour away south, and we saw the eclipse. We were in the path of totality, so we saw the darkness. And so that's why I'm out here, is to see it again. Flew in from Oregon to visit my family and then come see the eclipse. So twice the fun. Yeah, you spend a lot of time, effort and money. Yeah, that's true. The tickets were twice the price normally going to Texas. So, but I think it's worth it to see the historical. Next time this happens will be 30 years from now. Yes. In the United States. So this is a once in a lifetime. Good. Yeah. Happy to see you guys. Your brothers and parents? Yeah, my parents and my brother. Oh, okay. Yeah, they both live here. So we drove about 30 minutes away from where we are. We weren't exactly in the path of totality. Okay. So we got closer. Yes. And we've been here since about 11 a.m. Oh, okay. Because we thought it was going to be crowded. Okay. All the reports about the traffic. All right. And so it turns out there really wasn't much. We got here, it was pretty empty. Yeah. We've been here ever since. So this is a park every day we come and walk. Mm-hmm. I live in this neighborhood. Oh, okay. It's a very beautiful park. Yeah, it's really nice. But I didn't know that this much crowd will be here or people will be here. I just walk in, then I saw. Yeah. So people are excited. Yeah, we knew that going this way we would see it, and I just looking on Google a map, park. Okay. So I just picked a random one, and it happened to be this one. Okay. And I know it's close to where we're gonna eat dinner later or lunch later. So we landed here by coincidence, honestly. All right. Because we were gonna start driving and look around where we could sit and for the next 2 hours to wait for the eclipse. But this was perfect, so that's why we're here. Nice to talk to you. Nice talking to you too. Jose. I'm Johnson. Nice to meet you. All right. Thank you. ആകാശത്ത് അതിവേഗം മഴക്കാറ് മാറുന്നതുകൊണ്ട്
സൂര്യൻ ചന്ദ്രനെ വെട്ടിച്ച് ഓടി മാറിപ്പോകുന്ന ഒരു പ്രതീതി പോലെ നമുക്ക് തോന്നിപ്പോകും. പാർഷ്യൽ സൂര്യഗ്രഹണം ഇപ്പോൾ സംഭവിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. എൻ്റെ ഐഫോണിൽ ഫിൽറ്റർ വെച്ചെടുക്കുന്നത് കൊണ്ട് ഇത് കളറിൽ കാണുന്നത് മനോഹരമായ കാഴ്ചയാണ്. എല്ലാവരും തന്നെ വളരെ സന്തോഷത്തോടുകൂടി കാണുന്നു. അതാ പ്രത്യേക കണ്ണാടി വെച്ച് അമേരിക്കക്കാർ അതാ ചന്ദ്രനമ്മാവിൻ്റെ ഈ കുസൃതി തരങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പാർക്കിൽ. ഇത് സൂര്യചന്ദ്ര ഭൂമി സംഗമത്തിൽ മനുഷ്യർക്കും ഭൂമിയിൽ നിന്ന് ഈ സംഗമത്തിൽ പങ്കുചേരുവാൻ സാധിച്ചു എന്നുള്ള ഒരു വലിയ സംതൃപ്തിയാണ്. ഇതൊരു അവരുടെ നമ്മുടെ ആയുസ്സിലെ ഒരു ചരിത്രമാണ്. ഇനിയും എന്ന് നമുക്കറിയത്തില്ല. ഇപ്പോൾ നമുക്ക് പൂർണ്ണ സൂര്യഗ്രഹണമാണ് കാണുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കാണാൻ സാധിക്കും. കുറച്ച് നിമിഷങ്ങളെ ഉണ്ടായിരുന്നുള്ളെങ്കിലും മനോഹരമായി അത് ഭൂമിയിൽ നിന്ന് ജനങ്ങൾ ആസ്വദിച്ചു. കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് ഡൽഹിയിൽ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ ഒരു കോൺഫറൻസിന് ശേഷം മടങ്ങുമ്പോൾ കൂടെയുണ്ടായിരുന്ന പ്രൊഫസറോട് ഞാൻ ചോദിച്ചു, ഈ കോൺഫറൻസിൻ്റെ ഔട്ട്കം എന്താണ്, ഇതിൽ നിന്ന് നമുക്ക് എന്ത് നേടുവാൻ സാധിച്ചു? അപ്പോൾ അദ്ദേഹം പറയുണ്ടായി, എല്ലാം നമുക്കറിയാം എന്ന് ധരിച്ച് നമ്മൾ വന്നു, ഇപ്പോൾ ഒന്നും നമുക്കറിയത്തില്ല എന്നുള്ള ധാരണയോടുകൂടി നാം തിരിച്ചു പോകുന്നു. ഈ സൂര്യഗ്രഹണം കണ്ടപ്പോൾ എല്ലാം അറിയാമെന്ന് ധരിച്ചിരുന്ന നമ്മളിൽ ചിലർക്കെങ്കിലും ഇനിയും നമ്മൾ ഒരുപാട് അറിയേണ്ടതുണ്ട്. നമ്മുടെ അറിവ് പരിമിതമാണ്. അതിനെപ്പറ്റി നാം ചിന്തിച്ച് വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല. നമ്മുടെ തലമുറകളുണ്ട്. വരാനുള്ള തലമുറകൾ കൂടുതൽ കാര്യങ്ങൾ അറിയും, ഗ്രഹിക്കും, പ്രവർത്തിക്കും. ഈ ഭൂമി സൂര്യചന്ദ്ര സംഗമത്തിൽ എന്നോടൊപ്പം ജോയിൻ ചെയ്തതിൽ നന്ദിയുണ്ട്. ഹാവ് എ ബ്ലസ്ഡ് ഡേ.